നല്ലപോലെ ശബ്ദിച്ചാടി വീണ. കൊച്ചിനെ എടുക്കുന്ന പുതിയ ടെക്നോളജി ഞങ്ങളൊന്ന് പരീക്ഷിച്ചു. ഇത് കൊള്ളാം കേട്ടാ. രക്തം എന്തോ തുപ്പി, ഒരു ലോഡ് ഒരു ഷീറ്റിന്റെ കുറെ തുപ്പിയെന്ന്. അപ്പൊ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ ബേസിൽ ജോസഫായി മാറിയെന്ന്. എന്നിട്ട് ബേസിൽ ജോസഫ് എവളും കൂടെ എന്നെ വിളിക്കണമെന്ന്. അങ്ങനെ ഞാൻ ചെന്നില്ല. എന്ത് ഞാൻ ചെല്ലാത്തെന്നും പറഞ്ഞ് എന്റെ അടുത്ത് വഴക്ക്. രാവിലെ ഞാൻ വീട്ടിൽ ചെന്നവിടെ കാർത്തിയുടെ വീട്ടിൽ ചെന്നപ്പോ റൂമിന്റെ പട്ടിയാണ്. എന്തെങ്കിലും ഇത് ബാധ ഉണ്ടെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഗുരുവായൂരോട്ട് റോഡ് ട്രിപ്പ്. ഹേയ് ഗായ്സ്, ഗംഗയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അറ്റൻഡ് ചെയ്യാനായി ഒരു പട സുഹൃത്തുക്കളെ, എവിടെ പട? ഒരു പട ബാക്കിൽ കൂടെ വരുന്നുണ്ട്. ഒരു പട എറണാകുളത്തേക്കല്ല, എവിടെയാണ്? ഗുരുവായൂരേക്ക് പോവുകയാണ് ഗൈസ്. അതെ, നാളെ നമ്മുടെ ഗംഗക്കുട്ടി ഗുരുവായൂർ വെച്ച് വിവാഹിത ആവാൻ പോവുകയാണ്. അപ്പോൾ സാമാനങ്ങളെല്ലാം കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് നന്ദുവിനെയും പാറുവിനെയും മോനെയും കൂടെ എടുക്കണം. അപ്പോൾ ഒരു വലിയ ഗ്യാങ്ങായിട്ട് പോകാനായിട്ട് നമ്മൾ ഒരു ഇന്നോവ വിളിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നോവ റെൻറ്റിന് വന്ന് കിടപ്പുണ്ട്. റെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിചയക്കാരനെയാണ്, റെൻ്റായിട്ട് കൂട്ടണ്ട. അപ്പോൾ ആ ഇന്നോവയിൽ നമ്മൾ പോകുന്നു അങ്ങ് വിദൂരതയിലേക്ക്, ഗുരുവായൂരേക്ക്. ലെറ്റ്സ് ഗോ. നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന ഇന്നോവ. അച്ഛാ, നാളെ ഗംഗയുടെ വിവാഹമാണ്. എല്ലാം മംഗളമായി കലാശിക്കട്ടെ. എല്ലാ ആശംസകളെ അവൾ അറിയിക്കുക. അച്ഛാ, ഇത് ഒരുപാടങ്ങ് വളർന്നല്ലേ സാർ നമ്മൾ നട്ടിട്ട്? ഇത് വെട്ടിവിടാറുണ്ടോ? ഇല്ലല്ലേ, ഞാൻ താടി വളർത്തും പോലെ വളർത്താൻ തീരുമാനിച്ചു. താടി വളർത്തും പോലെ. അപ്പൊ ശരി അച്ഛാ, പോയിട്ട് വരാം ഗൈസ്. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഇന്നോവ എടുത്ത് പോകുന്നത്. ഇതാകുമ്പോഴത്തേക്കും എനിക്കും നന്ദുവിനും പാറുവിനും വർഷയ്ക്കും സന്ദീപിനും ജോബിക്കും എല്ലാവർക്കും കൂടെ സമാധാനമായിട്ട് ഇരുന്ന് പോവാം. എന്തോ പറയണത്? സൂക്ഷിക്കാൻ പറയുന്നു. എന്തോന്ന് സൂക്ഷിക്കാൻ? മൊത്തത്തിൽ സൂക്ഷിച്ചോളാൻ പറയുന്നത്. യാത്രയല്ലേ. ഗുരുവായൂർ പോയിട്ട് വരട്ടാ. ഓക്കെ, അപ്പം ടാറ്റ. ഓക്കെ, ഇതാണ് ഇപ്പൊ നമ്മുടെ വണ്ടി. ഓ മൈ ഗോഡ്, ആഹാ സുഹൃത്തുക്കളെ, അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യമാണ് കേട്ടോ. അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. അമ്മ പിടിച്ചാണ്, ഞാൻ പുറകെ പോയി നോക്കട്ടെ. ആഹാ, ഇവിടെ ഇരിക്കാം കേട്ടാ, സുഖമുണ്ട്. രണ്ടുപേർക്ക് അപ്പോൾ ഇവിടെ സുഖമായിട്ടിരിക്കാം. ഇവിടെ എ സി ഉണ്ട്, ഇവിടെ എ സി ഉണ്ട്. സെറ്റ്. നമ്മുടെ ഹോണ്ട സിറ്റിയുടെ EMI തീരാറായി. ബൈ ദ ബൈ, അടുത്തത് വേണമെങ്കിൽ നമുക്കൊരു ഇന്നോവ നോക്കാമായിരുന്നു. എന്താ അത് ഞാൻ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അച്ഛൻ എന്നെ അയ്യോ തിരക്ക് പിടിപ്പിക്കുന്നു സുഹൃത്തുക്കളെ. ചൂട് ഗൈസ് കൊള്ളാം കേട്ടാ. ഇതാണ് മേളിലത്തെ നമ്മുടെ ഒരു വ്യൂ. സൺറൂഫ് ഉണ്ടോ അവിടെ ഇതിന്? ഇല്ലല്ലേ, ഇല്ല. യൂ, ഇപ്പൊ ഞാൻ വലിച്ചിളക്കിയാണ് സുഹൃത്തുക്കളെ. കൊടുങ്കാറ്റ് ആണോ? കുഴപ്പമൊന്നും വരുമല്ലോ. ഞാൻ ചൊറിയണ്ട, നീ ആട്ടാമ്പുഴു ആട്ടി കാണും ഗൈസ്. ഞങ്ങളുടെ വീട്ടിലെ അശോക തെറ്റിന്ന് ആട്ടാമ്പുഴു വരാറുണ്ട്. അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗോവിന്ദൻകുട്ടി സാറിന്റെ സമയം നല്ല ബെസ്റ്റ് സമയം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ്. എന്ത് പോയിട്ടോടാ, ടാറ്റാ പോക്കറ്റി പാറ്റ. സുഹൃത്തുക്കളെ, ഞങ്ങൾ പാർവതി മന്ദിറിൽ എത്തിയിരിക്കുകയാണ്. ആൻഡ് വി ആർ ഗോയിങ് ടു എൻ്റർ ദ പാർവതി മന്ദിർ. പാറോ ഇതാണെന്ന് തോന്നുന്നു എൻ്റെ പള്ളി. പാറുവിന് കുറച്ച് ലഗേജുകൾ ഉണ്ടല്ലോ. ഇതാണ് സുഹൃത്തുക്കളെ, പോകുന്ന വഴിക്ക് പാർവതിക്ക് കുടിക്കാനായിട്ടുള്ള സെർലാക്ക്, ഒരു കുപ്പിയിലുള്ള വെള്ളം. ഹലോ, സുഖമാണോ മാഡം? സുഖമാണോ? അവന് സുഖമാണെന്ന് സുഹൃത്തുക്കളെ. എടി, ഇതെന്തോ അടി, ഇത് ഒരു ദിവസത്തേക്ക് പോകാനാണോ ഇത്? കൊച്ചിന് ഇത്രയോ? ആകെപ്പാടെ 4 സെന്റിമീറ്റർ നീളമാണ് അവനുള്ളത്. ആണല്ലേ? ഇതെന്താ ഇത്? ഇതിനെ ഞാൻ ഇങ്ങനെ ഇവർക്ക് അറിഞ്ഞൂടെ. രാവിലെ ഞാൻ ഒരു പെട്ടി എടുത്തപ്പോ എന്നെ കുറ്റം പറഞ്ഞു. കല്യാണം കഴിച്ച് ചേട്ടന് കൊച്ചാവുമ്പോഴത്തേക്കും ചേട്ടന്റെ ഭാര്യയുടെ അടുത്തും ചേട്ടന്റെ അടുത്തും ഞാൻ ഇതേ ചോദിക്കും. സമാനല്ലടാ, ഓക്കെ. എന്നാ പോയി സാധനങ്ങൾ എടുത്ത് വണ്ടി കയറ്റാം. ഇത് കൊള്ളാല്ലേ? നോക്കിയേ ഗൈസ്, ഇതെങ്ങനെ എടി എനിക്ക് ഇട്ട് തരുമോ? ഇത് ഇട്ട് കഴിഞ്ഞാ ഓ കൊച്ചിന് ഇവിടെ ഇരിക്കല്ലേ.
ഈടാ ഓ ഓ ഓ ഇനി ഇരുത്തി നോക്ക്. ഇനി ഇരുത്തി നോക്കാം. ഇത് പിടിച്ചു തന്നെ. ഓ അയ്യോ 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 അയ്യോ. വർഷമാമിയുടെ അടുത്ത് ഹായ് പറ. പിന്നെ ആര്? ചേച്ചി. ഏത് വകയില്? വർഷ കുഞ്ഞാന്ന് വിളിച്ചോ വേണമെങ്കിൽ. കുഞ്ഞോ മാമിയോ എല്ലാം കണക്കാണ്. അയ്യോ ഇതെങ്ങനെയാടാ കൂരണ? ഇത് വെസ്റ്റ് ഇൻഡീസ് ട്രൈബുകളിൽ വിറക് പറക്കാൻ പോകുന്ന ഒരു യുവതിയുടെ അതേ ഒരു സാധനമാണ് കേസ്. ഇത് ഞാൻ എടുത്തോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കൊച്ചിനെ എടുക്കുന്ന പുതിയ ടെക്നോളജി ഞങ്ങളൊന്ന് പരീക്ഷിച്ചു. പാറ് വെക്കുവന്നേടി. ഇത് കൊള്ളാം കേട്ടാ. ഈ സാധനം എവിടെ വാങ്ങിക്കാൻ കിട്ടും? ഇനി ഇറങ്ങി കൊള്ളാം. അവൻ നോക്കിയാണ് മേരാ സാമാൻ മേ ഹാത്ത് കിയാ. എന്റെ പോണോണ്ടാണ് കരയണ. മക്കളെ കഴിഞ്ഞ് ശരിക്കും അങ്ങനെയാണ് അനി. എന്റെ അടുത്ത് കൊച്ചത്തിന്റെ കങ്കാരു സ്വനുണ്ട്. കൊച്ചിന്റെ പോണോ ഇരിക്കണ എവിടാ? കാണുമ്പോ തന്നെ ബാമമ്മ. ഓക്കെ നമുക്ക് ഇറങ്ങാം ഇവിടെ നിന്ന്. നിന്നെ അടുത്ത് വണ്ടിക്കകത്ത് കയറിട്ട് ബാ. ഓക്കെ ഞങ്ങൾ വണ്ടി കയറട്ടെ. ഗൈസ് ഈ വണ്ടിയുടെ ഒരു ഡ്രോബാക്ക് നമ്മൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ സീറ്റിംഗ് കപ്പാസിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് സാധനം വെക്കാൻ സ്ഥലമില്ല. ബൈ ദ ബൈ എനിക്ക് കൈ വെക്കാൻ ഒരു തെണ്ടിയുടെ സഹായം വേണ്ട, ഞാൻ സ്വന്തമായി തന്നെ താങ്ങിക്കോളാം. എനിക്ക് ആംബ്രസ്റ്റ് ചുമന്നുകൊണ്ട് നടക്കുകയാണ് ഞാൻ ഇപ്പോൾ. ഇതും കൂടെ വയ്ക്കാൻ സ്ഥലം ഉണ്ടാടാ? ആ അതവിടെ ഇരുന്നോളും. നന്ദുവിന് ബാഗ് വല്ലതും ഉണ്ടാ? ഉണ്ടാ? നീ എന്തോ അടി ഇത് മുതലേ ചുമന്നോണ്ട് നിൽക്കുന്ന ആണാ? അവൻ തല വെക്കാം. അതിപ്പോ ആവശ്യം വരൂല, അത് ബാക്കിൽ നിന്ന് എടുക്കാൻ പറ്റും. ഓ ഇവൻ കരയണല്ലേ, ഇവൻ സൗണ്ട് ഉണ്ടാക്കണതാണ്. ആണാ? സുഹൃത്തുക്കളെ പുറകിൽ 3 പേർ സ്ഥലം പിടിച്ചിരിക്കുകയാണ്. മക്കളെ നീ സെറ്റ് ആണോടാ കുട്ടാ? ആ ഓക്കെ. അപ്പൊ ഗുരുവായൂരോട്ട് റോഡ് ട്രിപ്പ്. ഒരുത്തരോട് വരാറുണ്ട്, വരട്ടെ. 7 മണിക്ക് പ്ലാൻ ചെയ്തോണ്ട് 11 മണിക്കെങ്കിലും നമ്മൾ മാമി പോയിട്ട് വരട്ടാ. സൗണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം? ഓ അമ്മയുടെ മരുമോള് തകത്തിരിപ്പുണ്ട്. മറ്റേ മരുമോള മരുമോളെ കാണാൻ വന്നതായിരുന്നു. മറ്റേ മരുമോളെ കാണിക്കണ്ടേ? സുഹൃത്തുക്കളെ കോറ തകച്ചിരിക്കുന്നു. എന്റെ കളഞ്ഞു പോയ അളിയനെ തിരിച്ചു കിട്ടി. അളിയാ ഇന്നലെ രാത്രി കട്ട പ്ലാനിങ് ആയിരുന്നു. 7 മണിക്ക് പോവാം. എടാ ഞാനല്ലേടാ 7 മണിക്ക് പോകണം. ഫുൾ ഡയലോഗ് എന്നിട്ട് നീ അതൊന്നും പേടിക്കണ്ട, 9-10 മണിയാവും. അതുകൊണ്ട് കറക്റ്റ് 11 മണിക്ക് ഇറങ്ങിയിട്ട് അത് നമ്മള് ശരിക്കും പറഞ്ഞ 7 മണിക്ക്. പിന്നെ കൊച്ചിന്റെ കാര്യം ഒന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ് കുഴപ്പമില്ല. അപ്പൊ ഇതൊന്നും അറിയാതെ എനിക്കറിയാം ഒരു 9 മണി പക്ഷെ 11 മണിയാവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എടാ എന്റെ ഒരു അനിയനെ ഞാൻ വിട്ടുകൊടുത്തു. ഇവന് നല്ല ഫീൽ ചെയ്യുന്നുണ്ട് കണ്ട. എടാ നീ അറിഞ്ഞ രാവിലെ ഞാൻ മൊട്ട മഴക്ക് വർഷം എന്റെ അടുത്ത് നല്ലൊരു കഥയാണ് ഗൈസ്. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോഴേടാ എന്റെ അടുത്ത് പിണക്കം. ഞാൻ എന്ത് ചോദിച്ചും പറയണില്ല എന്തിനാണെന്ന്. പിന്നീട് പറഞ്ഞ ഇവളൊരു സ്വപ്നം കണ്ട്. അപ്പൊ സ്വപ്നത്തില് എവള് എന്തോ രക്തം എന്തോ തുപ്പി. ഒരു ലോഡ് ഒരു ഷീറ്റിന്റെ ഇല്ലടാ കുറെ തുപ്പിയെന്ന്. അപ്പൊ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ ബേസിൽ ജോസഫായി മാറിയെന്ന്. എന്നിട്ട് ബേസിൽ ജോസഫ് എവളും കൂടെ എന്നെ വിളിക്കണമെന്ന്.
അങ്ങനെ ഞാൻ ചെന്നില്ല, എന്ത് ഞാൻ ചെല്ലാത്തെന്നും പറഞ്ഞ് എന്റെ അടുത്ത് വഴക്ക്. അളകനന്ദയും ദേവസേനയൊക്കെ വിളിക്കണം. ഇവരെ കൂടെ നടന്നാണ് ഈ കൊച്ചു ആവശ്യമില്ലാത്ത എല്ലാം. അളകനന്ദൻ. രാവിലെ ഞാൻ വീട്ടിൽ ചെന്നപ്പോഴേ കാർത്തിയുടെ വീട്ടിൽ ചെന്നപ്പോ റൂമിന്റെ അകത്ത് ഭക്തിയാണ്. എന്തെങ്കിലും ഇത് ബാധ ഉണ്ടെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫോണിലേക്ക് രക്തമൊക്കെ നല്ലപോലെ ഛർദിച്ചാടി. നീ വീണ മരിച്ചാ? മരിച്ചില്ല, എല്ലാരും നോക്കി ചിരിക്കണം ഞാൻ ചോര തുപ്പിയപ്പോ. കൊറേ പേര് ആ ചിരിച്ചവന്മാര് കാരണമാണ് രാവിലെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. ഞാൻ ഇല്ലായിരുന്നു. നീ എന്നിട്ട് ഇവനെ എന്തിരുന്നു പറഞ്ഞു? ആ വ്ളോഗ് ഓഫ് ചെയ്താ ഞാൻ പറഞ്ഞു എന്നെ നാണം കെടുത്താനാണ് സ്വപ്നം കണ്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ സ്വപ്നത്തിലേ ഇങ്ങനെ ഞാൻ നോക്കിയപ്പോ ഞാനും പാർവതി ഒരിടത്ത് ഇപ്പുറത്ത് നിക്കണം, ഫാനിന്റെ ഇപ്പുറത്ത്. എനിക്ക് നന്ദിച്ചേട്ടൻ ഞാൻ കാണുന്ന പോലത്തെ സ്വപ്നം. ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഫാനിന്റെ ഇപ്പുറത്ത് ഇവിടെ ഇരിക്കണ കേട്ടോ. അപ്പം പാർവതി എന്റെ അടുത്തുണ്ട്. നോക്കിയപ്പോ ഒരുത്ത ഇങ്ങനെ ഇഴഞ്ഞു വരണം, ഒരാള്. അപ്പൊ ഫാനിന്റെ അപ്പുറത്താണ് ആള് ഇഴഞ്ഞു വരണം കേട്ടോ. എന്നിട്ട് അവ ഇങ്ങനെ നിക്കുകയാണ്, എന്തിന് ചെയ്യണോന്ന് ആലോചിച്ചോണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ നേരം ആലോചിച്ചു, ഇവ എന്താ അങ്ങനെ അപ്പുറത്ത് നിൽക്കണം. അപ്പൊ അവനെ ഈ ഫാൻ കറങ്ങണോണ്ടേ അതിന്റെ ഇടയിൽ പെട്ട് കട്ടായി പോവില്ലേ. അങ്ങനെ ഞാൻ എന്ത് ഉറക്കത്തില് ഞാൻ പറഞ്ഞു, എടാ മണ്ട നിനക്കൊന്നും അറിഞ്ഞൂടാന്ന് വെച്ചിട്ട് ഞാൻ നേരെ എണീറ്റ് പോയി, ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പോയി ഫാൻ ഓഫ് ചെയ്തു. എന്നിട്ട് പിന്നെ സീരിയസ് ആയിട്ട് എന്നിട്ട് ഞാൻ കട്ടിൽ വന്ന് കിടന്നിട്ട് പറഞ്ഞു ഇനി വാ. അപ്പൊ ഞാൻ ആലോചിക്കാൻ ചെയ്തു, ഈ പൊട്ടിക്ക് ഇത് മനസ്സിലായില്ലേ ഫാൻ ഓഫ് ചെയ്യണോ. ഒന്നും പറ്റൂല. ഞാനും ഇടക്കിടക്ക് എണീറ്റ് എന്നെ വിളിക്കും. അപ്പൊ എന്നെ പൊട്ട് പൊട്ട് പൊട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു സ്വപ്നത്തിലായിരിക്കും ഞാനും അതായിരിക്കും. ഫ്രണ്ട്സിന്റെ കൂടെ കരയോ ബഹളം വെക്കുകയൊക്കെ ചിലപ്പോ കരയും വഴക്കും പറയും. അപ്പൊ ഞാൻ പൊട്ടി സാരി ഇവക്ക് എന്നാണ് ദേഷ്യം വരെന്ന് പറഞ്ഞോടാ. നീ കിടക്കുമ്പോൾ അവന്മാര കാര്യം പറയാനുള്ള പോട്ടോ സാരില്ല സാരില്ല വിട്ടേരാ. എന്നിട്ട് ഞാൻ ചെയ്യുന്നിട്ട് ഇൻഫർമേഷൻ ചോർത്തിയെടുക്കാനുള്ള പരിപാടിയാണ്, സൈക്കോളജിക്കൽ ടെക്നിക്കാണ്. കുറച്ചേരമ്പോഴത്തേക്ക് ആൾക്ക് ഞാൻ തട്ടി കൊടുക്കാൻ എന്നെ ഞാൻ ഇങ്ങനെ കിടന്ന് കീറമേന പോട്ട് പോട്ട്. ഞാൻ കിടന്നു. എല്ലാ റിലേഷൻഷിപ്പിലും സ്വപ്നം കാണുന്ന ഒരു കിഴങ്ങ് കാണുമെന്ന്. നിഷ്കളങ്കരാണോ സ്വപ്നം? നിഷ്കളങ്കത കൂടി എന്ന് പറഞ്ഞിട്ട് രാവിലെ 1.5 മണിക്കൂറാണ് എന്റെ അടുത്ത് ഉണ്ടായിരുന്നത്. കോഴി എടുത്തു വേടാ. കേട്ടിട്ടുണ്ട്. നന്ദു നമ്മൾ ഇതേപോലെ ട്രിപ്പ് പോയപ്പോ 2 കോഴി വെട്ടി. ഓക്കെ, അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി ഓഫ് ടു ഗുരുവായൂർ. ഒന്നും കഴിച്ചിട്ടില്ല. നീ കഴിച്ചില്ലേ മക്കളെ? അങ്ങോട്ട് പോട്ട്. ഓക്കെ, അപ്പൊ ഓഫ് ടു ഗുരുവായൂർ. എന്റെ മോനെ എന്റെ മോനെ പാറുവിന് മാത്രം തിന്നാനായിട്ടാണ്. ഒരു കടി മക്കളെ ഇവിടെ. ആദ്യം ദോശ എഴുന്നേറ്റ് ബഹുമാനിക്കണം. നമസ്കാരം, ഞങ്ങൾ തിന്നോട്ടെ. പക്ഷേ പാറു കിഴക്ക് ഭാഗം നിങ്ങളെടുത്തു, പടിഞ്ഞാറേ ഭാഗം ഞങ്ങൾ അങ്ങോട്ട് പടിഞ്ഞാറ്. എന്തോരം എന്തൊരു ഊണാടേ. ഇത് നോക്കിയാണ് എന്തോരം ചമ്മന്തികൾ ഇരിക്കണമെന്ന്. ഇത് നോക്കടാ, ചമ്മന്തി എന്തോരം ഇരിക്കണം നോക്കിയാണ്. പായസമൊക്കെ ഉണ്ട്. പായസത്തിലൊക്കെ മുക്കി തിന്നാൻ പറ്റുമോ? മനസ്സിലായോ? എഴുന്നേറ്റ് നടന്നു പോയേക്കാം. സാമ്പാറാണ് നമ്മൾ ചട്നി മാമി എന്ന് പറഞ്ഞ കടയിൽ ബാഹുബലി ദോശ കിട്ടുമെന്ന് പറഞ്ഞതാണ്. ഇഷ്ടപ്പെട്ട മക്കളെ ഇവിടെ ഒന്ന് കൈ കിട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ട്രിപ്പിലെ ആദ്യത്തെ ഫുഡ് അടി സ്പോട്ട്.
ഇത് പൊതിഞ്ഞെടുക്കാൻ പറ്റുമോടെ? നമുക്ക് കാറിന്റെ മേലെ കെട്ടി വെച്ചോട്ട് പോവാം. ഓക്കെ, തിന്നട്ടെ. നീ കഴിച്ചോടാ. പാറു, ബാഹുബലി എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ വയർ വിശപ്പ് തീർന്നാ? 6 പേര് ഒന്നിച്ചിരുന്നു കേട്ടാ. പോവാ. മണി 12 ഉള്ളൂ സുഹൃത്തുക്കളെ. അയ്യോ ഗൈസ്, ഇവിടെ ഒരു മാമി ഉണ്ടായിരുന്നു. ഇതാണ് ഗൈസ് ചട്നി മാമി. സ്പോൺസേർഡ് അല്ല കേട്ടോ, ബൈ ദ ബൈ. സൗദിയില് കുറച്ചാളുണ്ടായിരുന്നു. ചേട്ടാ സൗദിയിലുണ്ടായിരുന്ന? എവിടെയാ സൗദിയില്? സൂപ്പർ മാർക്കറ്റില്. സന്തോഷം ചേട്ടാ, പോയിട്ട് വരട്ടെ. ഇല്ല അങ്ങനെ പെട്ടെന്ന് പരിചയം വന്നില്ല. ആ, ഷെറീഫിന്റെ സൂപ്പർ മാർക്കറ്റില്. ഞാൻ ഷെറീഫിന്റെ അല്ലായിരുന്നു, ഞാൻ വേറെ എവിടെയോ ആയിരുന്നു. ഞാൻ സൂപ്പർ മാർക്കറ്റ് അല്ല ചേട്ടാ, ഞാൻ ചെറിയൊരു യൂട്യൂബില് വീഡിയോ ഒക്കെ ഇട്ട് നടക്കുന്ന ഒരു പയ്യൻ. ബമ്പർ ചിരി എന്ന് പറഞ്ഞിട്ട്. അതെനിക്ക് മനസ്സിലായി, കണ്ടു പരിചയമാണെന്ന്. സുഖാണ് ചേട്ടന്? എന്താ പേര് ചേട്ടൻ്റെ? രാധാകൃഷ്ണൻ. പോയിട്ട് വരട്ടെ രാധാകൃഷ്ണൻ ചേട്ടാ. ശരി, ടാറ്റ. കയറിക്കോടാ. ഡേയ്, നിന്റെ യൂട്യൂബ് ചാനലൊക്കെ എങ്ങനെ പോണു? നേരത്തെ ഒരു ചേട്ടൻ വന്നിട്ടേ എവന്റെ അടുത്ത് യൂട്യൂബ് ചാനലൊക്കെ അടിപൊളിയാണ്, പാറു ബാക്ക് ചെയ്യുന്നു. ഇത്രയും കാലം ഞാൻ ഒരു ചാനൽ ഉണ്ടാക്കിയിട്ട് എന്നെ ആരും വന്ന് വിളിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഞാൻ സൗദിക്കാരനായി. നീ ഇങ്ങനെ ഇവിടെ എത്തി? ഇവിടെയും വരും. എന്തിനാ? ഇവന്റെ അടുത്ത് കാർത്തികിന്റെ അടുത്ത് ചോദിക്കുന്നു, സൗദിയിലുണ്ടായിരുന്നില്ലേ? ആ, സൗദിയിൽ സൂപ്പർ മാർക്കറ്റില് ഒരു മാമ അടുത്ത് വന്നിട്ട് ഞാൻ വിചാരിച്ച വീഡിയോ ചാനലിലുള്ള അല്ലേ ചോദിക്കും, സൗദിയിലുണ്ടായിരുന്നല്ലേ? കാർത്തിക് ഉണ്ടായിരുന്നു. മാമനടുത്ത് പറഞ്ഞ മാമ മുത്താണ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫേസ് പരിചയം ഉണ്ടല്ലോ. അവൻ എവിടെയോ കണ്ട് നല്ല പരിചയം. മാമ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത് അവിടെ ആയിരിക്കും, അതുകൊണ്ടാണ് അവൻ അങ്ങനെ തോന്നിയത്. പക്ഷെ വൻ കോമഡി അല്ലേ, ബന്ധമില്ലാത്ത ആൾക്കാർ വേറെ എന്തൊക്കെയോ പറഞ്ഞു. ഓക്കെ, അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി വീണ്ടും എടാ, നീ ഇവിടെ അവിടെ പട്ടിണി കിട്ടേക്കായിരുന്നാടാ. ഇവള് വണ്ടി കയറിയ പോകുന്ന വാ തുറന്ന് ഞാൻ മാത്രമല്ല ഫുഡ് 1:30 ആവുമ്പോഴത്തേക്കും ഒരു ചായ വേണമെന്ന് പറഞ്ഞു. ചായ വന്നപ്പോ സ്നാക്സ് വല്ലായിരുന്നു. ഞാൻ നോക്കി ഇത്രയും വലിയൊരു ദോശയായിരുന്നു. എന്നാ പിന്നെ അതിൽ കയറിയിട്ട് ഇരുന്നൊക്കെയാണ് തിന്നാ കൈസ്. പാർവതി പറഞ്ഞു 1:30 മണിയാകുമ്പോ അടുത്ത ലഞ്ച്. ഓ, നമുക്ക് 2:30 ലഞ്ച് പിടിക്കാം. വീണ്ടും ഓഫ് ടു ഗുരുവായൂർ. നിനക്കാട്ടാൻ പറ്റുമോ മുടിയിട്ട്? ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് അഹങ്കാരവും. 4 മുടിയുണ്ട്, അത് ടാട്ടയുണ്ട്. മനസ്സിൽ പ്രതിഷ്ഠ നേടാൻ കൊതിച്ചതാണീ നെഞ്ചം, തകർത്തടുക്കി പെട്ടിയിലാക്കിയില്ലേ? പൊൻപ്രഭാതം വിടരും നേരം കുളിച്ചിരടിയായി വന്നു, പരീക്ഷ പെണ്ണോ ചീത്ത വിളിച്ചില്ലേ? എളിപ്യനായി വിഷണ്ണനായി ഏകാന്തനായി ഞാൻ നിന്നു, എളിപ്യനായി വിഷണ്ണനായി ഏകാന്തനായി ഞാൻ നിന്നു. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. ഗൈസ്, പോണ വഴിക്ക് നമ്മൾ ഗംഗയ്ക്ക് വെഡിങ് ഗിഫ്റ്റ് വാങ്ങാനായിട്ടൊന്ന് ഇമെയിലോട്ട് കയറിയതാണ്. പോലീസ് അല്ല, ഒരു മുതുകിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-26 വയസ്സ് ഉള്ള മാരേജ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്. ആ, ഓക്കെ. ഫ്രൂട്ടി, താങ്ക് യു ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവക്ക് ഒരു കൊലുസ് വാങ്ങിച്ചു കൊടുക്കാം. യവൻ മോതിരം കൊലുസ്. ആ, ഈ മോതിരം അല്ലേടാ മേടിച്ച? അവള് നോ ഗോൾഡ് വെഡിങ് ആണെങ്കിലും ആങ്ങളമാരുടെ സ്ഥിതിക്ക് നമ്മളൊരു കൊടി പൊന്നെങ്കിലും കൊടുക്കണം എന്നാണല്ലോ അതിൻ്റെ ഒരു ഇത് അല്ലേ. കല്യാണത്തിന് പെങ്കൊച്ച് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാധനം സ്വർണ്ണം അല്ലേടാ? പിന്നെ യൂസ് ചെയ്യാൻ നമുക്ക് ഉപയോഗം വരും അത് ഭാവിയിൽ. പാറും വർഷം താഴെ ഉണ്ട്. ഇവിടെ
തിരക്ക് കാണിച്ചു കൊടുക്കാം. സ്പെഷ്യാലിറ്റി വല്ലതും ഉണ്ടോ? അക്ഷയ തൃതീയയുടെ തിരക്കാണ് ഇന്ന് അക്ഷയ തൃതീയാണ്. അക്ഷയ തൃതീയുടെ നമ്മൾ സ്വർണ്ണം കൊടുക്കാൻ പോണത്. കറക്റ്റ് ദിവസം കൊടുക്കണം. അടിപൊളി സാധനം കേസ്. ഞങ്ങളിപ്പോ ഒരു പാദസരം സെലക്ട് ചെയ്യണം. നിങ്ങളെ വണ്ടിയിൽ എടുത്തിട്ട് വന്നതല്ലേ ഇനി? ഇവിടെ വന്നാ ജ്യൂസ് കിട്ടുമല്ലോ. നിങ്ങളെ വിട്ടാ ശരിയാവും. അതെന്ത് അങ്ങനെ ഒരു ടോക്ക്? അതെ, നിങ്ങളെ വിട്ടാ ശരിയാവാത്തതുകൊണ്ട് പാല് കൊടുത്ത് കിടത്തിയതല്ലേ. ഞാൻ ആര് ബ്ലോഗ് ചെയ്യും? ബാക്കിയത് കുത്തിക്കേറ്റി തന്നിട്ടേ. എടാ നിന്നെ അവിടെ കിടത്തിയല്ലേടാ പാല് കുടിക്കാൻ. നീ എന്തെന്ന് വന്നാ കാണണോന്ന് പറഞ്ഞു. ആണല്ലേ? അപ്പം സ്വർണ്ണം എടുക്കാൻ വന്നതാണോ? എന്താണ് ഇതിനെ പറ്റി സാറിന്റെ അഭിപ്രായം? അക്ഷയ തൃതീയ എന്ന ആചാരത്തെ പറ്റി എന്താണ് അഭിപ്രായം? പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ജ്യൂസ് കിട്ടിയായിരുന്നോ സാറിന്? കിട്ടി. ഇഷ്ടപ്പെട്ടോ? ആ ഓക്കെ. സാറിന് ഇഷ്ടപ്പെട്ടോ? സാറിന് ആ സാറിന് ഇത് നിങ്ങൾ കാണണം. തിരിഞ്ഞാടാ എന്തിനാ കൊച്ചിനെ കാണിച്ച 3 ഫ്രൂട്ടി കിട്ടി. അല്ലാതെ 2 ചോദിച്ചു. എടാ നിന്നെ വിറ്റടാ, നിന്നെ വിറ്റ് 4 ഫ്രൂട്ടിക്ക് വിറ്റ്. നിന്റെ ഞാളുവ കാണിച്ചോ 4 ഫ്രൂട്ടി മേടിച്ചു. എടാ ഇവന്റെ സ്നേഹം ഉള്ളതാണെന്നാണ് നമ്മള് ആറ്റുമുഖം സ്റ്റാഫിലോട്ട് എന്തായാലും ഫുഡ് കഴിക്കാന്നുള്ളൊരു പ്ലാനിലാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ വന്നത് കുറച്ച് ലേറ്റ് ആയിട്ട് സ്വയം ഒരു പൊടിമീൻ പറഞ്ഞ് താറാവ് പറഞ്ഞ് എടാ ഒരു കൊഞ്ചിട്ട കൊച്ചിന് വാങ്ങിച്ചോ. എടാ മീൻമുട്ട ഫ്രൈ. നിങ്ങൾ ഡൈനോസറിന്റെ തല കണ്ടിട്ടുണ്ടോ? ഇത് നോക്കിയാണ് പൊന്നടാവേ. ഇതൊരു മുതുക്ക് തലയടാ. ഒരു തല വാങ്ങിച്ചാൽ തിന്നെ 6 പേര് വേണം. മീനിന്റെ തല എങ്ങനെ ഉണ്ടടി? മുതുക്ക് തലയല്ലേ? ഫസ്റ്റ് റൗണ്ട് എത്തിയിരിക്കുകയാണ്. നോക്കൂ അപ്പം. ഇതെന്തരടാ ഇത്? ഓഹോ താറാവ് കറി. ഇത് പിടിയും കോഴിയും അതിന്റെ ഇടയിൽ കൂടെ കൊറേ ആയി കാണാൻ തുടങ്ങിയിട്ട്. പിന്നെ വർഷം ഇത് പൊടിമീൻ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ നെത്തോലി അല്ല, നെത്തോലി അല്ലേടാ ഇത് കുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കപ്പ, കാച്ചില്, ചേന, കിഴങ്ങ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവിടെ ഒരു മിക്സ്. അതെന്താ മീൻമുട്ട ഇങ്ങനെ ആക്കിയാണ് ഫ്രൈ ചെയ്തില്ലേ? ഇങ്ങനെയാണ് ഫ്രൈ ആണല്ലേ? നീളത്തിനോ അതിനെയാണ് ഇങ്ങനെ എന്നിട്ട് പിന്നെ ഞണ്ട്. എനിക്ക് തിന്നാൻ പറ്റാത്ത ഞണ്ട്. അല്ല കഴിക്കട്ടെ, എല്ലാരും കഴിക്കട്ടെ. ഓക്കെ അപ്പൊ ഇനി കുറച്ച് സാധനം കൂടെ വരാം. എന്തായാലും കഴിക്കട്ടെ. കഴിച്ചിട്ടൊക്കെ ഞങ്ങൾക്ക് ഇനി ബാക്ക് ടു റോഡ് ആവാം. സുഹൃത്തുക്കളെ എന്റെ പൊന്നെ വയറ് നിറയെ നല്ല ഷാപ്പിലെ ഫുഡും കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. നന്ദു ഇനി എങ്ങോട്ടാണ്ടാ? അല്ല എറണാകുളം പോയിട്ട് അവിടെ നിന്ന് ഗുരുവായൂർ ഒരു ഡ്രസ്സ് പിക്കപ്പ് ചെയ്യാണ്. പോലീസ് ചെക്കിങ്ങിനെ പിടിച്ചേട്ടാ. അവർ സന്ദീപിനെ കൊണ്ട് ഊതിച്ചു. ബട്ട് സന്ദീഷ് എന്ന് സന്ദീപ് ഈസ് ഹൈലി പ്രൊഫഷണൽ. അതെ മേശപ്പുറത്ത് 5 ഗ്ലാസ് മുന്തിരിക്കുള്ളത്. അപ്പോ കല്യാണ കമ്പനി ഓഫ് ടു എറണാകുളം. സുഹൃത്തുക്കളെ രാത്രി 11 മണിയായപ്പോ ഞങ്ങളുടെ യാത്ര തുടരുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മളിവിടെ എത്തിയട അങ്കമാലി. നമ്മുടെ യാത്ര ഇപ്പൊ വന്നെത്തിയിരിക്കുന്ന അങ്കമാലി കാരഗതിയിലാണ്. ഇതിനിടയ്ക്ക് 5 ഹോട്ടലിൽ കയറിയെങ്കിലും അതെ എല്ലായിടത്തും ഇന്ന് എന്തൊരു തിരക്കുന്ന്. ഓപ്പോ സന്ദീപേ നീ നൂൽ പൊറോട്ട അല്ലല്ലോ പറഞ്ഞത്? ഈടാ അതിന്റെ ഇടയിൽ കൂടാ നീ എത്ര 3 ചപ്പാത്തി അല്ലേടാ പറഞ്ഞത്? ഇല്ല അവൾ 5 ചപ്പാത്തി ഓർഡർ ചെയ്തിട്ട് ഒരെണ്ണം കൊണ്ട് എടുത്തത്. ഞാൻ ടെക്കീല ഷോട്ടാ നീ കുടിക്കണത് ആണാ? ഓക്കെ ഗൈസ് ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ
നാളെ രാവിലെ കല്യാണത്തിന് ഇനി അങ്ങ് എത്തിയാൽ മതിയായിരുന്നു. സത്യം കേട്ടാടാ, എപ്പോ ഇറങ്ങിയടാ നമ്മള് വീട്ടിൽ നിന്ന്? 10 മണിക്ക് ഇറങ്ങിയതാണ്. എന്തെങ്കിലും എത്തുമോന്നൊക്കെ ആയി ഇപ്പം. സുഹൃത്തുക്കളെ, ഞങ്ങൾ കഴിക്കട്ടെ. സുഹൃത്തുക്കളെ, രാവിലെ 10 മണിക്ക് ഇറങ്ങിയിട്ട് നമ്മൾ 1:15 റെനെ ശ്രീകൃഷ്ണയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഗുരുവായൂർ എത്തി ഗൈസ്. എൻ്റെ പൊന്നമ്മച്ചി, ഇതൊരു വല്ലാത്ത നീണ്ട യാത്രയായിപ്പോയി. അവരെല്ലാം ഇവിടെ എത്തി സെറ്റിൽ ആയിട്ടുണ്ട്. നമുക്കിനി റൂമിലോട്ട് പോവാം. അയ്യോ ഗൈസ്, എൻ്റെ അമ്മ, ഇത്രയും സമയം എടുത്തൊരു ഗുരുവായൂർ യാത്ര നമ്മുടെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ്. പാടമായി ഗൈസ്. 1 മണി 1:30 എങ്ങാണ്ടാവും. 2:30, 3:30, 4:30, 5:30, 6:30. 6 മണിക്കല്ലേ നിനക്ക് ഒരുങ്ങാൻ പോകേണ്ടത്? 6 മണിക്ക് 6 മണിക്ക് അല്ല, അത് സാരി ഉടുക്കാൻ 6 മണിക്ക്, റെഡി ആവാൻ അതിന് പിന്നെ ഞാൻ എണീറ്റ് റെഡി. 5 മണിക്ക്. ഓപ്പോ ഞങ്ങൾ ഉറങ്ങട്ടെ ഗൈസ്. എന്നിട്ട് നാളെ വരാം. ഇന്ന് ഗംഗയ്ക്ക് നേരത്തെ എത്തി ഗിഫ്റ്റ് കൊടുക്കണമെന്നായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് നാളെ കൊടുക്കാം. അപ്പോ ഇന്നത്തെ ഞങ്ങളുടെ ഈ യമകണ്ഠ കടാകട കിങ്ങിടി കിടികിടി ട്രാവൽ വ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. See you tomorrow guys. Bye bye guys.